ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊട്ടറ്റോ ചിപ്സാണ്. അപ്പോൾ നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെയാണ് പൊട്ടറ്റോ ചിപ്സ് മേടിക്കുന്നത്. അതൊന്നും വേണ്ട, നമുക്ക് വീട്ടിൽ തന്നെ 5 മിനിറ്റ് കൊണ്ട് വളരെ ഈസി ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊട്ടറ്റോ ചിപ്സ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ പൊട്ടറ്റോ ചിപ്സ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പൊട്ടറ്റോ ചിപ്സ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 4 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രയാണോ ചിപ്സ് വേണ്ടത് അതനുസരിച്ച് ഉരുളക്കിഴങ്ങ് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ നമുക്കൊന്ന് എടുത്ത് കളയണം. ഒരു പീലർ വെച്ചോ കത്തി വെച്ചോ അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് എടുക്കുക. ഒത്തിരി അങ്ങ് വാടിയൊന്നും പോകാത്ത ഉരുളക്കിഴങ്ങ് എടുക്കുക. ഇപ്പോൾ തൊലിയൊക്കെ നമ്മൾ കളഞ്ഞിട്ടുണ്ട്. ഇനി ഒരു സ്ലൈസർ എടുത്തിട്ട് ഇതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. സ്ലൈസർ എടുക്കുമ്പം കനം കുറച്ച് അരിയാൻ പറ്റുന്ന സ്ലൈസർ എടുക്കുക. അപ്പോൾ നമ്മൾ സ്ലൈസറിൽ അരിയുമ്പോഴായിരിക്കും എല്ലാം ഒരേ വലുപ്പത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കാൻ പറ്റുന്നത്. അപ്പോഴായിരിക്കും നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിപ്സ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പം നമ്മൾ ലാസ്റ്റ് അരിഞ്ഞ് വരുമ്പം കുറച്ചുള്ളപ്പോൾ ഇതുപോലെ പതുക്കെ അരിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ കൈയൊക്കെ മുറിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ 2 പൊട്ടറ്റോ ആണ് അരിഞ്ഞെടുത്തത്. ഇതുപോലെ നല്ല തിന്നായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമ്മൾ തിന്നായിട്ട് അരിയുമ്പോൾ അതിൻ്റെ അകത്ത് ഈർപ്പമൊക്കെ വളരെ കുറവായിരിക്കും. കട്ട് ചെയ്യുമ്പം അതിനകത്തിൽ ഈർപ്പം ഇരിക്കും. നമുക്ക് വറുത്തെടുത്ത് കഴിഞ്ഞാൽ സോഫ്റ്റായി പോകും. അപ്പോൾ നമ്മളിനി സ്ലൈസ് ചെയ്തെടുത്തത് കുറച്ച് വെള്ളം ഒരു പാത്രത്തിലെടുത്ത് അതിൻ്റെ അകത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കഴുകി അതിനകത്തിലെ സ്റ്റാർച്ചൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇനി വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതിൻ്റെ അകത്തിലേക്ക് ഒന്നുകൂടെ നമുക്കിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പം പൊട്ടറ്റോ അരിയാൻ സ്ലൈസർ ഇല്ലാത്തവർ കത്തി വെച്ച് തന്നെ കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കുക. ഇപ്പോൾ നമ്മൾ രണ്ടാമത് നന്നായിട്ട് ഒന്നുകൂടെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം. അതിനായിട്ട് ഞാൻ ഒരു സ്ട്രെയിനറിലേക്കാണ് ഒഴിക്കുന്നത്. സ്ട്രെയിനർ ഇല്ലെങ്കിൽ അല്ലാതെ വെള്ളം ഊറ്റിക്കളഞ്ഞെടുത്താലും മതിയാവും. വെള്ളം ഒന്ന് ഊറ്റിയെടുത്തതിന് ശേഷം നമുക്കിതെടുത്ത് ഒരു തുണിയുടെ മേലെയോ ടിഷ്യൂ പേപ്പറിൻ്റെ മേലെയോ നന്നായിട്ട് നിരത്തിയിടുക. അപ്പോൾ നമ്മൾ കഴുകിയെടുത്തപ്പോൾ അതിനകത്തിൽ വന്ന വെള്ളമൊക്കെ ഒന്ന് പെട്ടെന്ന് പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ നിരത്തിയിടുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഫാനിൻ്റെ അടിയിൽ കുറച്ച് നേരം വെച്ചാലും മതിയാവും. അപ്പോൾ നിരത്തിയിട്ടിട്ട് പെട്ടെന്ന് തന്നെ നമുക്കൊരു തുണി വെച്ചോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ നന്നായിട്ട് അതിൻ്റെ മേലെയുള്ള അധികമായിട്ടുള്ള വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ എടുക്കുമ്പം ഇതിൻ്റെ അകത്തിൽ ഈർപ്പമൊക്കെ കുറഞ്ഞ് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം പൊട്ടറ്റോയുടെ വെള്ളമൊക്കെ പോയി നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. നമുക്ക് കുറച്ച് അരിഞ്ഞെടുത്ത പൊട്ടറ്റോ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് എണ്ണ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കുക. അതിനുശേഷം തീ ലോ ഫ്ലെയിമിലോട്ടാക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കുറച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് പതഞ്ഞു വരും. അപ്പോൾ അതിൻ്റെ അകത്തിൽ ഈർപ്പം ഉള്ളതുകൊണ്ടാണ് ആദ്യം ഇങ്ങനെ പതയുന്നത്. അതിനുശേഷം ഈർപ്പമൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഫ്രൈ ചെയ്യണം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ കളറൊക്കെ പെട്ടെന്ന് ചേഞ്ചായി അകമൊന്നും ഫ്രൈ ആകാതെ വരും. ഇനി ഇതിനകത്തിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 1 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ട് 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൽ നിന്ന് 1/2 ടീസ്പൂൺ ഉപ്പിൻ്റെ വെള്ളം നമുക്ക് ഇതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് എല്ലാം ഉപ്പ് കിട്ടും. ഉപ്പിൻ്റെ വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം നമ്മൾ ഉപ്പ് ഒഴിച്ചതിൻ്റെ ഈർപ്പവും ഉരുളക്കിഴങ്ങിൻ്റെ ഒക്കെ ഈർപ്പം പോകുമ്പോൾ ഇത് കറക്റ്റായിട്ട് നന്നായിട്ട് ഫ്രൈ ആവും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുക. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് കളറൊക്കെ മാറി കരിഞ്ഞു പോകും. ഇപ്പോൾ ഇതിൻ്റെ അകത്തിലെ വെള്ളമെല്ലാം പോയി പൊട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ള പൊട്ടറ്റോയും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊട്ടറ്റോ ചിപ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വറുത്തെടുത്തതിന് ശേഷം ഇതിനകത്തിലേക്ക് എരി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ അരിയുമ്പോഴും അതുപോലെ വറക്കുമ്പോഴും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊട്ടറ്റോ ചിപ്സ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ശരണ്യാസ് റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്